നമസ്കാരം. ഞാൻ ഡോക്ടർ സൂസൻ ജോസഫ്, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്. മെൻസ്ട്രുവൽ കപ്പിനെക്കുറിച്ച് ഫ്രീക്വൻ്റ്ലി ചോദിക്കുന്ന ചില ചോദ്യങ്ങളെക്കുറിച്ച് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. പലരും ചോദിക്കാറുണ്ട്, മെൻസ്ട്രുവൽ കപ്പ് ഏത് ഏജിൽ ഉപയോഗിക്കാം? മെൻസ്ട്രുവൽ കപ്പ് നമ്മൾ ഏത് ഏജിലും ഉപയോഗിക്കാം. നമ്മൾ അൺമാരീഡ് ആയിട്ടുള്ളവർക്ക് ഉപയോഗിക്കാം. കാരണം അൺമാരീഡ് ആയിട്ടുള്ളവർക്ക് ഉപയോഗിക്കുമ്പോൾ ഈ ഹൈമൻ റപ്ചർ ആകുമോ നമ്മളുടെ കൾച്ചർ അനുസരിച്ച്, അതാണ് സാധാരണ കൺസേൺ. ഹൈമൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ഹൈമൻ്റെ തിക്നെസ്, അതായത് ആ കന്യാചർമ്മം, ആ ഹൈമൻ്റെ തിക്നെസ് പലരിലും വേരി ചെയ്യും. ചിലർക്ക് നല്ല തിക്ക് ഹൈമൻ ആയിരിക്കും, ചിലർക്ക് വളരെ തിൻ ഹൈമൻ ആയിരിക്കും. അപ്പോൾ മെൻസ്ട്രുവൽ കപ്പ് യൂസ് ചെയ്യുമ്പോൾ തിൻ ഹൈമനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും അത് ബ്രേക്ക് ചെയ്യാം, ചർമ്മം പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈവൻ അല്ലാത്തവർക്കും, നമ്മൾ അത്ലറ്റ്സിനൊക്കെ ആണെങ്കിലും അതുപോലെ സ്ട്രെയിനോസ് ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിലും ഈ കന്യാചർമ്മം പൊട്ടിപ്പോകാം. അപ്പം വേർജിനിറ്റി എന്ന് പറയുന്നത് ഈ കന്യാചർമ്മത്തിലാണെന്ന് ഇന്ന് പലർക്കും ആ കൺസെപ്റ്റ് ഇന്നതില്ല. അപ്പോൾ അത് നമുക്ക് നമ്മളുടെ കൾച്ചറൽ പ്രാക്ടീസ് അനുവദിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. പക്ഷേ ഇനീഷ്യലി കൊച്ചുകുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഈ പീരീഡ് ആയ പുറകെ ഉടനെ തന്നെ നമുക്ക് ഈ മെൻസ്ട്രുവൽ കപ്പ് യൂസ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ട് കാണും. അപ്പോൾ അവരോട് നമ്മൾ ആദ്യമൊക്കെ കുറച്ച് ഈ സാനിറ്ററി പാഡ് തന്നെയാണ് അവർക്ക് കൺവീനിയൻ്റ് ആയിട്ട് സാധാരണ നമ്മൾ കാണുന്നത്. കുറച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം അവർക്ക് ഈ മെൻസ്ട്രുവൽ കപ്പ് യൂസ് ചെയ്ത് തുടങ്ങാവുന്നതാണ് ആവശ്യമെങ്കിൽ. പിന്നെയുള്ള ഒരു സംശയം, ഈ മെൻസ്ട്രുവൽ കപ്പ് റിമൂവ്, പ്രത്യേകിച്ച് ഈ കോപ്പർ ടീ അല്ലെങ്കിൽ ഹോർമോൺ ലൂപ്പൊക്കെ ഇട്ടിട്ടുള്ളവർക്ക് ഈ മെൻസ്ട്രുവൽ കപ്പ് യൂസ് ചെയ്താൽ ഇത് ഡിസ്പ്ലേസ്ഡ് ആകുമോ, ഇതിന് പ്രോബ്ലം ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. സാധാരണ നമ്മൾ പറയും, ഇത് മെൻസ്ട്രുവൽ കപ്പ് ഒരു വാക്വം ഇഫക്റ്റാണ്. വജൈനയിൽ നമ്മൾ വെക്കുമ്പോൾ അതിൻ്റെ റിമ്മ് ഈ വജൈനയെ പ്രോപ്പറായിട്ട് സീൽ ചെയ്ത് ഒരു വാക്വം ഇഫക്റ്റിലാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയും, അതിൻ്റെ റിമൂവ് ചെയ്യുമ്പോൾ ടെയിലിൽ വിളിച്ച് വെറുതെ പുള്ള് ചെയ്യരുത്. താഴെ നമ്മൾ നന്നായിട്ടൊന്ന് പിഞ്ച് ചെയ്ത് ആ വാക്വം കളഞ്ഞിട്ട് നമുക്ക് താഴേക്ക് വരുന്നുണ്ടോ അപ്പോൾ ഈസി ആയിട്ട് താഴേക്ക് പോരും. അല്ല, ആ പ്രഷറോടെ നമ്മൾ വലിച്ചാൽ, ആ വാക്വത്തിൻ്റെ ഇഫക്റ്റോടെ നമ്മൾ വലിച്ചാൽ ചിലപ്പോൾ ഈ കോപ്പർ ടീ അങ്ങനത്തെ അല്ലെങ്കിൽ ഹോർമോൺ ലൂപ്പൊക്കെ ചെറുതായിട്ട് ഡിസ്പ്ലേസ്ഡ് ആവാനുള്ള ചെറിയ പോസിബിലിറ്റി തിയററ്റിക്കലായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റിമൂവ് ചെയ്യുമ്പോഴത്തേക്കിന് ശ്രദ്ധിച്ചില്ല എങ്കിൽ ചിലപ്പോൾ ആ ടെയിലിലൊക്കെ പിടിച്ച് വലിച്ചാലും ഇതുപോലെ ഇതിൻ്റെ ഡിസ്പ്ലേസ്ഡ് ആവാൻ സാധ്യതയുണ്ട്, ഈ കോപ്പർ ടീയുടെ ടെയിലിൽ. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചാൽ പ്രോപ്പറായിട്ട് ആ റിമൂവൽ ടെക്നിക്ക് ശരിയായിട്ട് പഠിച്ചിട്ട് റിമൂവ് ചെയ്താൽ ഇത് ഹോർമോൺ ലൂപ്പ് ഇട്ടവർക്കൊന്നും ഇതിന് പ്രശ്നം ഉണ്ടാകാറില്ല. പിന്നെ ഒരു ചോദ്യം ചിലർ ചോദിക്കാറുണ്ട്, ഇത് ക്യാൻസർ ഉണ്ടാക്കുമോ ഡോക്ടറെ? ഇത് നമുക്കറിയാം, സിലിക്കോണൊക്കെ ഒരു ഇനേർട്ട് മെറ്റീരിയലാണ്. ഇതുകൊണ്ട് അങ്ങനെ ക്യാൻസറോ അങ്ങനത്തെ യാതൊരു പ്രോബ്ലവും ഇതുകൊണ്ട് ഉണ്ടാവാറില്ല. പിന്നെ ഇൻഫെക്ഷൻ ഉണ്ടാകുമോ, ഇതുകൊണ്ട് പ്രോബ്ലം ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പ്രോപ്പറായിട്ടുള്ള സ്റ്റെറിലൈസേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുക, പ്രോപ്പറായിട്ട് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം ഇത് ഉപയോഗിച്ച് തുടങ്ങുക. ഓരോ പ്രാവശ്യവും അത് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ, അതിൻ്റെ നമ്മൾ മെൻസ്ട്രുവൽ കപ്പ് എംപ്റ്റി ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് നന്നായിട്ട് വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് ഈ മൈൽഡായിട്ടുള്ള സോപ്പ് അല്ലെങ്കിൽ ക്ലീനിങ് സൊല്യൂഷൻ വെച്ച് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഉപയോഗിച്ചാൽ ഇൻഫെക്ഷൻ ഉണ്ടാകാറില്ല. പിന്നെ ഉള്ള ഒരു സംശയം, ഇതുകൊണ്ട് ഇതിന് സ്മെല്ലുണ്ടാകുമോ? നമുക്കറിയാം, ഈ മെൻസ്ട്രുവൽ ബ്ലഡ് അറ്റ്മോസ്ഫറിക് എയറുമായിട്ട് ഒരു മിക്സ് ചെയ്ത് കഴിയുമ്പോഴാണ്, ആ അറ്റ്മോസ്ഫറിക് എയറിലേക്ക് ഓപ്പൺ ആയി കഴിയുമ്പോഴാണ് ഇതിനൊരു സ്മെല്ല് വരിക, ഓക്സിഡൈസേഷൻ ടെക്നിക്കൊക്കെ വന്നു കഴിയുമ്പോൾ. പക്ഷേ മെൻസ്ട്രുവൽ ബ്ലഡ് നമ്മൾ വജൈനയ്ക്കകത്ത് ഈ കപ്പിനകത്ത് തന്നെ സ്റ്റോർ ചെയ്ത് കാരണം ഇതിന് അറ്റ്മോസ്ഫറിക് എയറുമായിട്ട് യാതൊരു എക്സ്പോഷറില്ല, അതുകൊണ്ട് യാതൊരു ഓർഡറും ഇതും ഉണ്ടാകാറില്ല. ഇത് ലീക്ക് ചെയ്യുമോ എന്നുള്ളതാണ് വേറൊരു ചോദ്യം. പക്ഷേ ലീക്ക് ചെയ്യുന്നത്, ഇതും നമ്മൾ പറഞ്ഞതുപോലെ പ്രോപ്പറായിട്ടുള്ള സൈസ്, അവനവന് പറ്റുന്ന സൈസ് ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴി 1-2 പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പറ്റിയ സൈസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആ പ്രോപ്പറായിട്ടുള്ള സൈസ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ യാതൊരു ലീക്കിങ്ങും ഉണ്ടാവാറില്ല. പിന്നെ ഇനീഷ്യലായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മളിതുപോലെ ഒരു പാൻറ്റി ലൈനർ, ആദ്യമായിട്ട് നമുക്കത് കംഫർട്ടബിൾ ആണോ, ഇതാണോ നമ്മളുടെ ശരിയായ സൈസ് എന്നൊക്കെ ഒരു സംശയമുള്ളപ്പോൾ ഒരു പാൻറ്റി ലൈനർ യൂസ് ചെയ്താൽ നമുക്ക് ചെറിയ ലീക്ക് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻസോടെ നമുക്ക് നമ്മളുടെ കാര്യങ്ങളിൽ ഏർപ്പെടാൻ പറ്റും. ചിലർ ചോദിക്കും, ഇത് മെൻസ്ട്രുവൽ കപ്പ് യൂസ് ചെയ്തിട്ട് എക്സസൈസ് ചെയ്യാമോ? മെൻസ്ട്രുവൽ കപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, പുറത്തേക്ക് ഇത് മെൻസ്ട്രുവൽ കപ്പ് അകത്തുണ്ടെന്ന് പോലും ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ സാധാരണ ഏത് എക്സസൈസും നമുക്ക് ചെയ്യാം. ഡാൻസിങ്, സ്വിമ്മിങ്, ഏത് എക്സസൈസും ചെയ്യുന്നതിന് മെൻസ്ട്രുവൽ കപ്പ് പ്രോപ്പറായിട്ട് ഇൻസേർട്ട് ചെയ്യുന്നവർക്ക് യാതൊരു പ്രോബ്ലവും ഉണ്ടാകാറില്ല. പിന്നെ ഇതിൻ്റെ കോസ്റ്റിനെ കുറിച്ച്, ഇത് കോസ്റ്റ് ഇഫക്റ്റീവ് ആണോ എന്ന് ചോദിക്കാറുണ്ട്. കോസ്റ്റ് നമുക്കറിയാം പല റേഞ്ചിൽ 250 മുതൽ 3000 വരെ ഉള്ള റേഞ്ചിലുള്ള മെൻസ്ട്രുവൽ കപ്പ് പല കമ്പനികളുടെ അവൈലബിൾ ആണ്. ഒരു നല്ല ബ്രാൻഡ് നോക്കി വാങ്ങിക്കുക.
പിന്നെ ഇതൊരു ഇനേർട്ട് മെറ്റീരിയലാണ്, അതുകൊണ്ട് സാധാരണ ഇതിന് അങ്ങനെ അലർജിയോ അങ്ങനെ യാതൊരു പ്രോബ്ലം ഉണ്ടാവാറില്ല. നമുക്കറിയാം സാനിറ്ററി പാഡ് ഓരോ പ്രാവശ്യവും നമുക്കത് ഡിസ്പോസിബിൾ ആണല്ലോ, അപ്പോൾ അത് റിമൂവ് ചെയ്ത് അത് സാനിറ്ററി പാഡ് പല വർഷങ്ങൾ യൂസ് ചെയ്യുന്നതിൻ്റെ വിലയുമായി നോക്കുമ്പോൾ ഈ മെൻസ്ട്രുവൽ കപ്പ് ഏറ്റവും കോസ്റ്റ് ഇഫക്റ്റീവാണ്. നമുക്ക് ഒരാൾക്കൊരു 10 വർഷത്തോളം തന്നെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ ഈ മെൻസ്ട്രുവൽ കപ്പ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എക്കോ ഫ്രണ്ട്ലി ആണോ ഇത്. നമുക്കറിയാം സാനിറ്ററി പാഡ് അതിൻ്റെ ആ പ്ലാസ്റ്റിക് ഒന്ന് ഡീഗ്രേഡഡ് ആയി വരാൻ 500 വർഷത്തിൽ കൂടുതൽ എടുക്കും. അപ്പോൾ ഈ മെൻസ്ട്രുവൽ കപ്പാണെങ്കിൽ ഏറ്റവും എക്കോ ഫ്രണ്ട്ലിയാണ്, പ്രകൃതിക്ക് ഏറ്റവും അനുയോജ്യവുമാണ്.